ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ബാദം ഹലുവ ആണ് ചെയ്യാൻ പോകുന്നത്. വളരെ ടേസ്റ്റി ആയ ഹലുവയും കൂടിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ഒരു ദിവസം മുമ്പ് ബാദം വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചതാണ്. ഇനി നമുക്കിതിൻ്റെ തൊലിയൊക്കെ എടുത്തിട്ട് നമുക്ക് മിക്സിയിലൊന്ന് വെള്ളം ചേർക്കാതെ ഒന്ന് അരച്ചെടുക്കാം. വളരെ ടേസ്റ്റി ആയൊരു സ്വീറ്റും കൂടിയാണ്. അപ്പോൾ വെള്ളം ചേർക്കാതെ നമുക്കിതിനൊന്ന് മിക്സിയിലൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഇത്ര കിട്ടിയിട്ടുണ്ട്. ഇതൊരു പാൻ എടുക്കുക, അതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. 1 കപ്പ് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ച് കളറിന് വേണ്ടിയിട്ട് ഞാൻ മഞ്ഞപ്പൊടിയാണ് ഇവിടെ ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് കളർ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് വേറൊരു പാൻ എടുക്കുക, അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുക. നെയ്യ് ഇഷ്ടമുണ്ടെങ്കിൽ അധികം ഇട്ട് കൊടുക്കുക. അതൊന്ന് നല്ല രീതിയിലൊന്ന് ചൂടാക്കി എടുക്കുക. ഇനി നമുക്ക് നേരത്തെ മിക്സിയിൽ പൊടിച്ച് വെച്ച ബാദം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതൊന്ന് നല്ല ഫ്രൈ ചെയ്തെടുക്കുക. ബാദം ഒന്ന് നെയ്യിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. വളരെ ടേസ്റ്റി ആയൊരു സ്വീറ്റും കൂടിയാണ്. ഞാനിതിലേക്ക് 1 കപ്പ് പാലാണ് ആഡ് ചെയ്യുന്നത്. വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട. പാല് 1 കപ്പാണ് എടുത്തിരിക്കുന്നത്. അതൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. ബാദം പാൽ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പി കൂടിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച ഷുഗർ വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ആവശ്യത്തിന് നമുക്കിതിനെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്കിതിനൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതൊരു 1/2 അവർ നല്ല രീതിയിലൊന്ന് കുറുക്കിയെടുക്കണം. എന്നാലേ ഇതിന് ടേസ്റ്റ് കിട്ടും. അപ്പോൾ നല്ല രീതിയിലൊന്ന് ഇതിനെ 1/2 അവർ കുറുക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ ബാദം ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു 1/2 അവർ ഇതിനൊന്ന് ചൂടാക്കിയെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതിനെ ചൂടാക്കിയെടുക്കാം. ഫ്ലേവറിന് വേണ്ടിയിട്ട് 2 ഏലക്ക ഇതിലിട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളെ ഹലുവ റെഡി ആയിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതിനെ തണുപ്പിക്കാൻ വെക്കാം. ഏകദേശം നമ്മളെ ബാദാം ഹലുവ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പാൻ എടുക്കുക, അതിൽ കുറച്ച് നെയ്യ് ഇട്ടിട്ട് മുന്തിരി അണ്ടിപ്പരിപ്പുണ്ടെങ്കിൽ അതൊന്ന് ഫ്രൈ ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഭയങ്കര ടേസ്റ്റാണ്. ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് ഹലുവ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈസി റെസിപ്പി കൂടിയാണ്. സ്വീറ്റ്സ് ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഈ ബാദം ഹലുവ ഇഷ്ടപ്പെടും. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കുക. അങ്ങനെ നമ്മൾ വേറൊരു ബൗളിലേക്ക് ഇതിനെ മാറ്റിയെടുക്കാം. നമുക്ക് നമ്മൾ ബാദം ഹൽവ റെഡിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. താങ്ക് യു.